ഗായ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടോക്കിയാലോ. അപ്പോൾ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും നല്ല സപ്പോർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നോക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി കേട്ടോ. സോ രാവിലെ എണീച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ വ്യൂവേഴ്സ് നോക്കുമ്പോൾ കുറച്ച് സമാധാനവും കുറേ പോയിന്നൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ രാവിലെ എണീച്ചിട്ട് എന്നെ നോക്കുമ്പോൾ ഒരു രസം, ആഹാ. പിന്നെ ഇതാ എല്ലാം കമ്മലെല്ലാം ടൈറ്റ് ആക്കിയിട്ട് പിന്നെ അത് ആ കട്ടനെല്ലാം നീക്കിയിട്ട് ഈ കണ്ടം കുറച്ച് നേരം ഇരുന്നിട്ട് നോക്കണം, എന്നാലേ ഒരു സമാധാനം. കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് അയന് എന്താ പറയുക കോമഡി, ഞാൻ അയാനിക്ക് അറിയാതെ ഡോർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് എണിച്ചതാ പിടി എന്താ പറയുക മൂഡ് പോയിട്ടാ. ഷോനെ എണിക്കാതെ മെല്ലെ താഴെ മുങ്ങാന്ന് അറിഞ്ഞിച്ച് പോയത് കേട്ടാ. പക്ഷേ എന്താക്കല് ഓനെ വന്നല്ല എൻ്റെ ബാക്കിൽ. അങ്ങനെ അത് നേരെ താഴെ വന്നിട്ട് പിന്നെ പുറത്ത് കഴിഞ്ഞിട്ട് ഈ കണ്ണത്തിനടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ടാ. നല്ല രസം, എന്തോ ഒരു രസം എന്നറിയോ. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന എനിക്കൊന്നുമല്ല കേട്ടോ, ഭയങ്കര രസത്തിലുണ്ട്. സോ നമ്മൾ മുമ്പ് ഇങ്ങനെ കുറേ എന്തല്ലേ ട്രീ ഉണ്ടായത് കൊണ്ടാണ് മനസ്സിലാവാത്തത്. പക്ഷെ മുകളിൽ നിന്നിട്ട് നോക്കണം, എൻ്റെ പൊന്ന്, ഈ രാവിലെയും വൈകുന്നേരം പുറത്തിങ്ങനെ കഴിയുമ്പോഴത്തേക്ക് മനസ്സിനെനിക്ക് എന്തോരം റിലീഫ് കേട്ടാ. സോ ഇതാ പുറത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നില്ല ഇതിട്ടാ. ഇന്നും ഉമ്മയില്ല, സോ എന്ത് പറയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒറ്റയ്ക്കെന്നല്ലേ, അപ്പോൾ വ്ലോഗും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോഴത്തേക്ക് ഇതാ അയ്യനെ കാണുന്നില്ല കേട്ടാ. ഞാനുണ്ടല്ല, ഇത് ഇന്നലെ എടുത്ത വീഡിയോസ് കേട്ടാ. ഞാൻ മുങ്ങാന്നുണ്ടല്ല, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ലാസ്റ്റ് ഡേ എന്താ വെച്ചെങ്കിൽ എനിക്ക് ഭയങ്കര കഴിയാതായി, ഹോസ്പിറ്റലിലായി. എന്ത് പറയല്ലേ, ഇപ്പം വിചാരിക്കുന്നത് പിന്നെ ഹോസ്പിറ്റൽ തന്നെ അല്ലേന്ന്. ഒന്നും ഉണ്ടായിട്ടാ കേട്ടാ. ഉറങ്ങുന്നവർ ഒരു പ്രശ്നം ഉണ്ടായിട്ടാ. 12 മണി കഴിഞ്ഞ ശേഷം ഞാൻ ഉറങ്ങുമ്പോൾ 12 മണിയായിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് എനിക്കൊരു ബർലാളായി. അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഏസ് ഇട്ടിട്ട് കുറച്ച് ഓവറായി പോയായിരിക്കും, നല്ല തണുപ്പ് കൂടിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി എ സി ഓഫാക്കിയിട്ട് കിടന്ന്. എവിടെ തണുപ്പ് പോകുന്നില്ല, എ സി ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ബർലാളി. ഞാൻ വിചാരിച്ച് പനി അഥവാ ബെന്നുണ്ടാവും വിചാരിച്ചിട്ട് എന്തൊക്കെ ഞാൻ എങ്ങനെയല്ലോ പിടിച്ചിട്ട് ഉറങ്ങി. 2 മണിയാകുമ്പോൾ വീണ്ടും ബർലെന്ന് പറഞ്ഞാൽ മാതിരി എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഞാനെന്നെ നോക്കുമ്പോഴല്ല പനിയില്ല, ഭയങ്കര കോൾഡായിട്ടുണ്ട്. പക്ഷെ ബർലെന്ന് പറഞ്ഞിട്ടുണ്ടല്ല, ഇങ്ങനെ എൻ്റെ ബെഡും എൻ്റെ ബോഡി നിൽക്കുന്നില്ല, ഇങ്ങനെ ഞാൻ പാറി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തലയിലെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയല്ലോ ആക്കി രാവിലെ ആക്കണമല്ല. അങ്ങനെ എന്തൊക്കെയാ 4 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും ബർലെന്ന് പറഞ്ഞിട്ടുണ്ടല്ല, ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത മന്ദിരം. എനിക്ക് ആരെങ്കിലും എൻ്റെ മൈൻഡിലൊന്ന് ആരെങ്കിലും എന്നെ പ്രസ്സാക്കിയിട്ട് ഒരു ഇങ്ങനെ അമർത്തി പിടിച്ചാൽ മതിയായിരുന്നു. എന്താ വെച്ചെങ്കിൽ എൻ്റെ ബോഡി എങ്ങനെ കൺട്രോൾ ആകുന്നില്ല, ഇങ്ങനെ വറച്ചിട്ടുണ്ടല്ല. എന്തെങ്കിലും ആക്കി ലാസ്റ്റ് ഞാൻ ഉമ്മക്ക് കുളക്കി. ഉമ്മാൻ്റെ ഫോൺ റീചാർജ് കാലിയായത് കൊണ്ട് കോളും കട്ടായിട്ടുണ്ടായിന്. അപ്പം ഞാൻ എന്താ വെച്ചാൽ കുയിന്ന് പറഞ്ഞിട്ട് കട്ടാക്കി. ഞാൻ പക്ഷേ എന്തെങ്കിലും രാത്രി തന്നെ നോക്കാം, പനിയുമില്ല, എന്തിപ്പോൾ ബർലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഇതിട്ടാ. എന്നിട്ട് ഇക്കൊക്കെ മെസ്സേജ് ആക്കി, എനിക്ക് എങ്ങനെ കൺട്രോൾ ആകുന്നില്ല. എന്നിട്ട് ഇക്ക നല്ല ഉറക്കലല്ല, എന്നാലും ഒരു സമാധാനം. ആരൊക്കെയൊന്നും പറയുമ്പോൾ പിന്നെ ഉമ്മാനൊക്കെ വിളിക്കുക, ഉപ്പാക്ക് വിളിക്കാന്ന് പറയുമ്പോൾ ഉപ്പാക്ക് വിളിക്കുമ്പോൾ ഉപ്പ ടെൻഷനാവും, പെട്ടെന്ന് ടെൻഷനാവും എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മക്ക് വിളിച്ചത്. പിന്നെ എന്തൊക്കെയാ എങ്ങനെയെങ്കിൽ രാവിലെ ആട്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ ആകുമ്പോൾ കുറച്ച് ഓക്കെ. ഞാൻ താഴെ പോയി ഉമ്മാനോട് പറഞ്ഞ്, ഉമ്മ എനിക്ക് രാത്രി ഭയങ്കര ബർലളായിട്ടുണ്ട്, അമ്മ എന്ത് സംഭവം എന്നറിയില്ല എന്ന് അറിയിച്ച് പറഞ്ഞു. ഉമ്മ വിചാരിച്ച് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബർല അളവല്ല പനി വരുമ്പോൾ. ഉമ്മ അങ്ങനെ വിചാരിച്ചിട്ട് കൂളായിട്ട് ഞാനും പിന്നെ കൂളായി. എന്നിട്ട് ഞാൻ എന്തൊക്കെയാ മോള് പോകാതെ താഴെ കടന്നിട്ടാ. വീണ്ടും വരുന്ന തണുപ്പ് താഴെയാ. എനിക്ക് സെറ്റാകുന്നില്ല. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് തണുപ്പ് കയറുമ്പോണ്ടല്ല എൻ്റെ ബ്ലാങ്കറ്റ് പൊന്നിച്ചിട്ട് മുകളിൽ താഴെ കൊണ്ടുവരാൻ ഉള്ള താക്കത്തില്ല. അവരോട് ആരെങ്കിൽ പറയാന്ന് പറഞ്ഞെങ്കിൽ അവരോട് പറയേണ്ട താക്കത്ത് പോലില്ല. മുകളിൽ വന്നിട്ട് ഒരു കടപ്പ് കടന്നിന്. എൻ്റെ അല്ലോ, എനിക്കുണ്ടല്ലോ ആ പനി നോക്കുമ്പോൾ പനിയില്ല. ലാസ്റ്റ് എന്തല്ല അതിനിടയിൽ ഇക്ക കോളാക്കിയിട്ട് എനിക്ക് എടുക്കാനും പറ്റുന്നില്ല. അതിനിടയിൽ നല്ലൊരു കോളാക്കിയിട്ട് പക്ഷേ എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചീറ്റ് കഴിയുന്നില്ല. അപ്പോൾ പറഞ്ഞ് എന്നാൽ ഹോസ്പിറ്റലിൽ പോയിക്കോ. ഞാൻ പറഞ്ഞു എന്ത് ബർലെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡോക്ടറിനോട് എന്തെങ്കിലും പറയേണ്ട അസുഖം ബർലെന്ന് പറഞ്ഞെങ്കിൽ ഡോക്ടർമാർ വായിക്കല്ലേ ഇത്. എനിക്കൊന്നും തിരിയുന്നില്ല. ഇക്ക പറഞ്ഞു ഉള്ളിൽ എന്നാൽ ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, ബ്ലഡിൽ യൂറിനിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവച്ചു, നീ ഒന്ന് കാണിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കട്ടാക്കി. ഇക്ക എന്താക്കി ഇതാപടി ഉമ്മാക്കും വിളിച്ചു, ഉമ്മാനെ ഫുള്ള് ഭ്രാന്താക്കി.
കോളാക്കിയിട്ട് ലാസ്റ്റ് ഉമ്മ എന്താക്കി, ഉമ്മക്ക് മുകളിൽ കയറാനും പറ്റുന്നില്ലല്ലോ, ഈ എന്താ പറയുക അതിനേക്ക് താഴെ നിൽക്കാൻ പറ്റുന്നില്ല തണുത്തിട്ട്, മുകളിലും ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഞാൻ മല്ലേ ഉമ്മ വന്നിട്ട് എന്താ പറയുക ഡോള് വന്നിട്ട് ഉമ്മ വരുമ്പോൾ തന്നെ ഡോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ വലിയ പനിയൊന്നും ഉണ്ടായിട്ടാ, സീനുള്ള പനിയൊന്നും ഉണ്ടായി, പക്ഷെ പറക്കുന്നതാണ് നിൽക്കുന്നില്ല. പിന്നെ ഡോള് കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഉപ്പക്ക് പറഞ്ഞിട്ടാകുമ്പോൾ ഉപ്പ ഓട്ടോറിക്ഷയിൽ അയച്ച്. എന്നിട്ട് ഉമ്മ എൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഉമ്മാനെ വരുത്തിച്ച് എടുത്തുമ്മാനെ ടെൻഷൻ എല്ലാം മൊത്തത്തിൽ എന്താ പറയല് ആകെ ബറലെന്ന് പറഞ്ഞത്. ആൾ ഫുള്ള് ടെൻഷനായിട്ടാ. പിന്നെ എന്താ ഈ ഓട്ടോറിക്ഷ അയച്ചിട്ടാകുമ്പോഴത്തേക്ക് ഓട്ടോറിക്ഷൻ്റെ ആളാ വിച്ച്. ഞാൻ അഥവാ അരിമല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മയ്യത്തിലിട്ടാ കൊണ്ടത്തേന്. എൻ്റെ പൊന്നെ വീട്ടിൽ നിന്നുണ്ടല്ല ടേൺ ആക്കാൻ 10 മിനിറ്റ് കറക്റ്റ് അടിച്ചിട്ട് ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ഉമ്മ എത്തിയിട്ടുണ്ടായിട്ടാണ്. ഞാൻ എന്താക്കി ഇക്ക പറഞ്ഞ് ഉമ്മ വരുന്നു. അപ്പം ഞാൻ ഉമ്മൻ്റെ ഫോണിൽ ബേരൻ്റെ ഉമ്മ നിങ്ങൾ ഞാൻ എന്തെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഉമ്മ പറയാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോഴത്തേക്ക് ഉമ്മ റിസീവ് ആക്കിയിട്ടാണ്. ഞാൻ എന്താക്കി എന്നാൽ ഉമ്മ ബേരുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉറപ്പായി ഉമ്മ കോളാക്കിൻ്റെ ടൈമും ഇവർ, അതായത് നമ്മളെ മുറ്റത്തുനിന്ന് വണ്ടി ടേൺ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് 10 മിനിറ്റ് ആയി. അപ്പോൾ എൻ്റെ ഉമ്മ കറക്റ്റ് എത്തി. എന്നിട്ട് ആടുന്നുണ്ടല്ലോ റോട്ടുമ്പോൾ എത്തുമ്പോൾ ആ പിന്നെയും 5 മിനിറ്റ്. ഞാൻ ഉമ്മനോട് പറഞ്ഞു ഉമ്മ അരിമല ഹോസ്പിറ്റലിൽ പോകേണ്ട, അടുത്തുള്ള കേരള ഹോസ്പിറ്റലിൽ തന്നെ പോയി, ഇല്ലെങ്കിൽ എൻ്റെ മയ്യത്തെടുത്താൻ എടുക്കേണ്ടി വരും എന്നാണ്. എന്നിട്ട് എനിക്കെന്താ വെച്ചെങ്കിൽ എനിക്ക് എങ്ങനെ ഇങ്ങനെ കൺട്രോളാകുന്നില്ല. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പനി ഒന്നുമില്ല, ഞാനിപ്പോൾ ഡോള് കുടിച്ചേ, എനിക്ക് ബർക്കുന്നതിന് എന്തെങ്കിലും നിങ്ങത്താന്ന് ചോദിച്ചു. പറഞ്ഞു എന്തായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് 12 മണിക്ക് സ്റ്റാർട്ടായിട്ടും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞ് അപ്പോൾ ഒരു ഗുളിക തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗുളിക തന്നിട്ടാ. എന്ത് മാജിക് എന്നറിയോ, കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ പറിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക കൂളായില്ല, നമ്മൾ ഇപ്പം നോർമലായിട്ട് നിൽക്കുന്നില്ല. ഇപ്പം ഞാൻ ഇരിക്കുന്നുണ്ടാ അങ്ങനെ ഞാൻ കുറച്ച് നേരം സമാധാനമായിട്ടാണ്. പിന്നെ തലവേദന ഇങ്ങനെ എടുക്കുന്നില്ലേ, പറക്കുമ്പോൾ ഇങ്ങനെ തലയിൽ മൊത്തത്തിൽ ഷേക്കാവല്ല, ഒരു സമാധാനം. എന്നിട്ട് ബ്ലഡ് കൊണ്ടുപോയി, യൂറിൻ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് എന്ത് ബ്ലഡിൽ നല്ലോണം ഇൻഫെക്ഷനും കൂടി, യൂറിന് ഇൻഫെക്ഷനായിട്ട് അതും ബ്ലഡിൽ ഇൻഫെക്ഷനായിട്ടാണ്. സോ മൊത്തത്തിൽ പ്രശ്നമായി. അപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഉണ്ടല്ല, എൻ്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഒട്ടില്ല, ആർക്കും നോക്കുമ്പോൾ വലിയ പനിയൊന്നുമില്ല. 106 പനി എവിടുന്ന് വന്നു ഒരു ഐഡിയ ഇല്ല കേട്ടാ. എൻ്റെ പൊന്നെ കുറച്ച് എന്താ പറയല്, ആ ഒരു നിമിഷം ഞാൻ പറഞ്ഞു ഡോക്ടറിനോട് നിങ്ങൾ ഒന്നും തരണ്ട, എനിക്ക് വിറക്കുന്നതിന് ഒരു ടാബ്ലറ്റ് എടുത്താൽ. പക്ഷെ കറക്റ്റ് തന്നിട്ടാ. പിന്നെ എന്താ പറയല് ബ്ലഡ് ടെസ്റ്റെല്ലാം ആക്കിയിട്ട് നേരെ ഒരു ടാബ്ലറ്റെല്ലാം വാങ്ങിയിട്ട് അത് വറുക്കുന്ന ഒരു ടാബ്ലറ്റ് എന്തോ ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങി പിന്നെ ഇൻഫെക്ഷൻ്റെതും പനീൻ്റെതും എല്ലാം കൊണ്ടുവന്നിട്ട് കുടിച്ച് ഭയങ്കര സ്ട്രോങ് കേട്ടോ. അങ്ങനെ ഉറങ്ങി ഞാൻ വൈകുന്നേരം എണിച്ചത്, ഞാൻ ഉച്ചക്കൊന്നും ഉറങ്ങിയില്ല, എങ്ങനെയാണെങ്കിലും ഉറക്കം വരില്ല കേട്ടോ. സോ എന്താ പറയല് എങ്ങനെയല്ലേ ഉറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ, പിന്നെ ബാക്കി ഇപ്പോഴേക്കും ഭയങ്കര ടയർഡ് കേട്ടോ. സോ ഇന്നലെ അങ്ങനെയെല്ലാം ആയി ഗൈസ്, ഇന്നലെല്ലാം മുങ്ങിയാന്ന് അങ്ങനെയെല്ലാം ആയി. എൻ്റെ പൊന്നെ ഒന്നുമില്ലാത്ത ഞാൻ പെട്ടെന്ന് എന്തെല്ലോ ആയിട്ടാ. അങ്ങനെ ഇപ്പം എൻ്റെ പണി ഏടെത്തി, ഞാൻ അയ്യനക്ക് മുട്ട പൂങ്ങിയിട്ട് കൊടുക്കുന്നില്ല എത്തിട്ടാ, രാവിലെ തുടങ്ങി അയന്. അതുകൊണ്ട് ഇന്ന് ഉമ്മ ഞാൻ ഡയലോഗ് പറഞ്ഞിച്ചേ, ഇന്ന് പറഞ്ഞിട്ട് ചുമക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോകാനുണ്ട്, 3-4 വട്ടം വെക്കാനല്ല പൂച്ച കടിച്ചതിന്. സോ 2ാമത്തെ പ്രാവശ്യം ഞാൻ പോവാമെന്ന് വിചാരിച്ചു. എനിക്കിതാ പനി വന്നല്ലേ. ഉമ്മാക്കുണ്ടല്ല, ഞാൻ ഉപ്പനെ കൊണ്ടുപോയി, അത് ഫസ്റ്റ് ചെമ്മുനെ കൊണ്ടുപോയി, പിറ്റേ ദിവസം ഉപ്പനെ കൊണ്ടുപോയി, അതിന് പിന്നെ എന്നെ കൊണ്ടുപോയി ഫസ്റ്റ് ആയാണ് കേട്ടോ സ്റ്റാർട്ടാക്കിയത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഹോസ്പിറ്റലിൽ കടന്നിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തില്ലെങ്കിൽ എത്തി നോക്കാനെങ്കിൽ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ വിചാരിച്ച ചെമ്മൂരൊക്കെ പോവാന്ന്. അങ്ങനെ എനിക്ക് പനിയായത് കൊണ്ട് ഉമ്മ രാവിലെ 10 ആക്കിയിട്ട് ചോറും വെച്ചിട്ട് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ എന്താ പറയുക കോഴിക്കറി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ കോഴിക്കറി അങ്ങനെ തന്നെ തിന്നുമ്പോൾ എനിക്ക് കോഴിക്കറി അത്ര ഇഷ്ടമില്ല കേട്ടോ. സോ ഞാൻ എന്താ പറയല് ഇങ്ങനെ തേങ്ങയെല്ലാം വറുത്ത് അതിനെ കുറച്ച് എന്താ പറയുക അതിനെന്താ പറയല് വേവിച്ചോപ്പ് എന്നറിയും നമ്മളെ അവിടെ, കരിയാമ്പിലിട്ട് നല്ല പാങ്ങിൽ ഫ്രൈ ആക്കിയിട്ട് അതിൽ മിക്സാക്കി തിന്നുമ്പോൾ ഒരു രസം. ഈ കുഞ്ഞ് കലമ്പിയിട്ട് മുട്ട വാങ്ങിയത്, അപ്പോഴത്തേക്ക് എന്തെന്നറിയാം ബോളാക്കിയിട്ട് കളിക്കുന്നുള്ളത്. പിന്നെ ഇതാ എന്താ പറയല് തേങ്ങയെല്ലാം വറുത്ത് ഇട്ടിച്ച്, പിന്നെ പത്തര നോക്കുമ്പോൾ പാപ്പ പത്തരെല്ലാം ചൂട്ടിയിട്ട് പോയിട്ടുള്ളത് കേട്ടോ. എന്താ വെച്ചെങ്കിൽ അതിന് രാവിലെ എണിച്ചാൽ എനിക്ക് പൈക്കും. അപ്പം മുങ്ങാന്ന് ഉമ്മ പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുകൊണ്ടുണ്ടല്ലോ, ഉമ്മ രാവിലെ എണിച്ച് പാടും എനിക്ക് പൈക്കും. സോ ഉമ്മ എന്തൊക്കെ രാവിലെ 10 വെച്ചിട്ട് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞേ നസല ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ 10 ചുട്ടിയിട്ട് പോകുന്നില്ല കേട്ടാന്നല്ല പറഞ്ഞിട്ട്. ഉമ്മക്ക് ഉറപ്പുണ്ടോ എനിക്ക് പൈക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ സിറ്റുവേഷൻ എപ്പോൾ എന്താവും എന്ന് പറയാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഉമ്മ എല്ലാം റെഡിയാക്കിയിട്ട് പോയിട്ടില്ല കേട്ടാ. അങ്ങനെ ഉമ്മ എന്താ പറയല് രാവിലെ 7 മണിക്ക് പോയി.
ഒരു 10-10:30 ആയിന്. അപ്പോൾ 10:30 ഒന്നും ആയിട്ടാ കേട്ടോ. 10 മണിയാകുമ്പോഴത്തേക്കും ഉമ്മ എത്തി. പിന്നെ ഇതാ ആയി, പിന്നെ കുറച്ച് നേരം റെസ്റ്റെല്ലാം എടുത്ത് പിന്നെ എന്താ സ്കിൻ കെയർ ആക്കാൻ ആക്കി കഴിഞ്ഞിട്ടാ. ഞാൻ ഈ സ്കിൻ കെയറിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് പറയല്, എല്ലാവരും ഒന്ന് കണ്ടോക്കാട്ടോ, സപ്പോർട്ടാക്കുക. സോ അങ്ങനെ ഇതാ കുറേ ആയല്ല സ്കിൻ കെയർ ഒന്നും ആക്കാതെ. അപ്പോൾ ഫുൾ എൻ്റെ ഫേസ് എനിക്ക് തന്നെ നോക്കുമ്പോൾ എന്തോ പോലെ നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് എനിക്ക് ടാൻ അടിച്ചതിനേക്കാളുണ്ടല്ലോ ഈ പാക്കാക്കിയ പിന്നെ ഉണ്ടല്ലോ ഭയങ്കര ബ്രൈറ്റ് കിട്ടാ. എന്തെന്നറിയില്ല, ഞാൻ ഈ ഫേസ് പാക്ക് തേക്കുന്ന മുമ്പ് ഭയങ്കര ഡല്ലുണ്ടായിന് എൻ്റെ ഫേസ്. പക്ഷെ തേച്ചിട്ട് വാഷാക്കി പിന്നെ ഉണ്ടല്ല, ഓഹ് വാവായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ ഒരു ക്യാമറ ഞാൻ കാണിച്ചല്ലേ, അപ്പോഴത്തേക്ക് ഉണ്ടല്ലേ അപ്പോഴത്തെ ചേച്ചി തേങ്ങ തരാനെന്തോ ബെല്ലടിച്ചിട്ടാ. എൻ്റെ പൊന്നെ എങ്ങനെ വന്നിട്ട് ഫേസ് വാഷ് ആക്കിയിരുന്നില്ല. അപ്പോഴത്തേക്ക് അയനും ഡോർ ഓപ്പൺ ആക്കി അവരോട് സംസാരിച്ചിട്ടാ. അപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. പക്ഷെ നിങ്ങൾ നേരത്തെ എൻ്റെ ഫേസ് കണ്ട, ഇപ്പം എൻ്റെ കണ്ട കറക്റ്റ് എന്ത് നല്ല റിസൾട്ട് എന്നറിയാം. ഫേസ് പാക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടോക്കാട്ടാ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാട്ടാ. ബൈ.